ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ 8th സ്റ്റാൻഡേർഡിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദീപകം ടെക്സ്റ്റാണ് ഫോളോ ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ക്ലാസ്സിൽ സുഭാഷിതങ്ങളാണ് എന്ന് പറഞ്ഞു അല്ലേ. എന്താ സുഭാഷിതം എന്ന് പറഞ്ഞാൽ? അസ്മാഭിഹി കിം കർത്തവ്യം കിം ന കർത്തവ്യം ഇതി ബോധയതി. സുഭാഷിതം അങ്ങനെയാണ്. ഇത് സുഭാഷിതാനി ബോധയന്തി. അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണ്ട, സുഭാഷിതം അനുസരിച്ച് പോവുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഓരോ സുഭാഷിതമായിട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ ആദ്യത്തെ സുഭാഷിതം നോക്കിക്കോളൂ. പേജ് നമ്പർ 25 ആദ്യത്തെ സുഭാഷിതം കൊടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഗായന്തി ദേവാ കില ഗീതകാനി ധന്യാസ്തു തേ ഭാരതഭൂമിഭാഗേ സ്വർഗാപവർഗാസ്പദ മാർഗഭൂതേ ഭവന്തി ഭൂയഃ പുരുഷാഃ സുരത്വാത്. സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ഗായന്തി ദേവാഃ കില ഗീതകാനി ധന്യാസ്തു, ധന്യാഃ പ്ലസ് തു ആണ് ധന്യാസ്തു തേ ഭാരത ഭൂമിഭാഗേ സ്വർഗ അപവർഗ ആസ്പദ മാർഗഭൂതേ ഭവന്തി ഭൂയഃ പുരുഷാഃ സുരത്വാത്. അപ്പോൾ എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ സാധാരണ പോയം ആയാലും സുഭാഷിതം ആയാലും എല്ലാത്തിനും ഒരു പ്രോസ് ഓർഡർ ഉണ്ട്. ഇത് പോയം പോലെയല്ലേ, അത് പ്രോസ് ഓർഡർ ഉണ്ട്. അതായത് അന്വയഃ, സംസ്കൃതത്തിൽ പറയുന്നത് അന്വയഃ. ആ അന്വയം എങ്ങനെ എഴുതണം, എങ്ങനെയാണ് അതിൻ്റെ രീതി എന്നൊന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ നോക്കുക. ഇതിനകത്ത് കുറേ സുഭാഷിതങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അന്വയം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ വരി എന്ന് പറഞ്ഞാൽ ഗായന്തി ദേവാഃ കില ഗീതകാനി ധന്യാസ്തു തേ ഭാരതഭൂമിഭാഗേ സ്വർഗ അപവർഗ ആസ്പദ മാർഗഭൂതേ ഭവന്തി ഭൂയഃ പുരുഷാഃ സുരത്വാത്. ആദ്യം വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വെർബ്. അതിൽ വെർബ് എന്താണ്? ആദ്യത്തെ വരി തന്നെ പറയുന്നുണ്ട് ഗായന്തി. ഗായന്തി എന്നുള്ളത് എന്താ? ലട്ടാണ് അല്ലേ. ഗായതി ഗായതഃ ഗായന്തി. രണ്ടാമത്തെ വരി പറയുന്നു ഭവന്തി, ഭൂധാതുവാണ്. ഭവതി ഭവതഃ ഭവന്തി. അപ്പോൾ രണ്ട് വെർബുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അത് വെർബ് വെച്ചിട്ട് ആദ്യം ഗായന്തി, ഗായന്തി ആര് പാടുന്നു അത് കണ്ടുപിടിക്കുക. എന്താണ്? രണ്ടാമത്തെ വരിയിലുണ്ട്, ആദ്യത്തെ വരിയിൽ തന്നെ ഉണ്ട് ദേവാഃ ഗായന്തി, ദേവന്മാർ പാടുന്നു. കാനി ഗായന്തി, എന്തു പാടുന്നു? ഗീതകാനി ഗായന്തി. ഗീതകാനി കണ്ടോ? ഗീതകാനി ഗായന്തി. പിന്നെ എവിടെയാണ്? ഭാരതഭൂമിഭാഗേ. ഭാരതഭൂമിഭാഗേ എന്ന് പറഞ്ഞാൽ ഭാരതഭൂമിയിൽ, നമ്മുടെ ഭാരതത്തിൽ. ഇനി ധന്യാഹ, ഇനി ഒരു വാക്കുള്ളത് ധന്യാഹ പ്ലസ് തു, ധന്യാസ്തു തേ ധന്യാസ്തു, അവർ ധന്യരാണ്. കില, പിന്നെ ഒരു കില എന്നൊരു വാക്ക്. കില എന്നുള്ളത് ഒരു അവ്യയമാണ്. അങ്ങനെ തീർച്ചയായും, അല്ലെങ്കിൽ അങ്ങനെയാണ് പോലും എന്നൊക്കെ ഉള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് എഴുതുന്നത്. അതായത് ദേവാഃ കാനി ഗായന്തി, ദേവന്മാരെന്ത് പാടുന്നു? ഗീതകാനി ഗായന്തി. അപ്പോൾ നമുക്കത് ഭാരതഭൂമിഭാഗത്തിൽ, അപ്പോൾ ഭാരതഭൂമിഭാഗത്തിൽ എന്നുള്ളത് ആദ്യം വരണം. ഭാരതഭൂമിഭാഗേ ഉണ്ടല്ലോ അവിടെ. ഭാരതഭൂമിഭാഗേ ആരാണോ ഉള്ളത്, അവിടെ ആരാണ് എന്നുള്ളതിന് സംസ്കൃതത്തിലൊരു വാക്കുണ്ട്. ഈ അന്വയം എഴുതുമ്പോൾ നമ്മൾ ചില പുതിയ വാക്കുകളൊക്കെ നമുക്കും കൂടി ആഡ് ചെയ്യാനകത്ത്. അതിലൊന്നാണ് ആരാണത്? യഹ ആണ് ആരാണ്. അപ്പോൾ അതിൻ്റെ ബഹുവചനമാണ്. ഗായന്തി എന്ന് പറയുമ്പോഴത്തേക്ക് ബഹുവചനമാണ് വരുന്നത്. അല്ല, ഭവന്തി എന്നുള്ള ഒരു വാക്കുമുണ്ട്, അതും ബഹുവചനം. അതുകൊണ്ട് യഹ എന്നുള്ളതിൻ്റെ ബഹുവചനം യഹ യൗ യേ, ആരാണ്. അപ്പോൾ ഭാരതഭൂമിഭാഗേ
ഏ യഹ യൗ ഏല് ഏ ഉള്ളത് എന്നാണ് ഭവന്തി. ഭവന്തി അവിടെ ഉണ്ടല്ലോ. അപ്പോൾ യഹ അല്ലെങ്കിൽ ഏ ഭവന്തി. പിന്നെ അവർ തേ ധന്യാഹ, അവർ ധന്യരാകുന്നു. തേ ധന്യാഹ എന്ന് ദേവന്മാർ പാടുന്നു. എന്നുള്ള വാക്ക് എന്താ? ഇതി നമ്മൾ ആഡ് ചെയ്യുകയാണ്. അപ്പം എന്നുള്ളതും ഇതി എന്നുള്ളതും ആഡ് ചെയ്തു. ഇതി ദേവാഹ ഗീതകാനി ഗായന്തി കില. ഇതാണ് ആദ്യം വന്നപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയാം. ഭാരതഭൂമി ഭാഗേ ഏ ഭവന്തി തേ ധന്യാഹ ഇതി ദേവാഹ ഗീതകാനി ഗായന്തി കില. പിന്നെ വന്നപ്പോൾ രണ്ടാമത് വന്നു സ്വർഗാപവർഗാസ്പദ ഭൂമിഭാഗേ. സ്വർഗ അപവർഗം. സ്വർഗം എന്ന് പറഞ്ഞാൽ അറിയാം സ്വർഗം. അപവർഗം എന്ന് പറഞ്ഞാൽ മോക്ഷം. മോക്ഷം മാത്രമല്ല, പിന്നെ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ. ധർമാർത്ഥ കാമമോക്ഷങ്ങൾ, അതാണ് ധർമാർത്ഥ. സ്വർഗ അപവർഗ ആസ്പദ മാർഗഭൂതേ. ആസ്പദം എന്ന് പറഞ്ഞാൽ ആ സ്ഥാനം, ഒരു സ്ഥാനമുണ്ട്. മാർഗഭൂതേ, മാർഗഭൂതത്തിൽ. മാർഗഭൂതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതഭൂമിയിൽ. അപ്പോൾ സ്വർഗ അപവർഗ ആസ്പദ മാർഗഭൂതേ ഭാരതഭൂമി ഭാഗേ. ഭാരതഭൂമി ഭാഗേ എങ്ങനെയാണ്? ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ ഉള്ളതാണ്. ധർമാർത്ഥ കാമ മോക്ഷ മാർഗഭൂതമാണ്. അങ്ങനെയുള്ള ഒരു ഭൂമി വിഭാഗമാണ് നമ്മുടെ ഭാരതം. ഇനി ഇത്രയും പറഞ്ഞതനുസരിച്ച് നമുക്ക് അന്വയം നോക്കാം. ആദ്യമായിട്ട് എന്താ? ഭാരതഭൂമി ഭാഗയാണ്. ഭാരതഭൂമി ഭാഗേ, ഭാരതഭൂമി ഭാഗത്തിൽ. ഭാരതത്തിൽ എന്നർത്ഥം. ഭാഗേ എന്താണ്? ഭാരതഭൂമി ഭാഗേ ഒരു പുതിയ വാക്ക് ഞാൻ പറഞ്ഞില്ലേ, ഏ ആരാണോ ഉള്ളത്, ഏ ഭവന്തി ഉള്ളത്, ഏ ഭവന്തി. പിന്നെ ഏ വരുന്നപ്പോൾ തേ ധന്യാഹ, ധന്യരാണ്. തേ ധന്യാഹ, തേ ധന്യാഹ എന്നാര് പറയുന്നു? എന്ന് ഇതി ആരാണ്? ദേവാഹ. ഇത് ദേവാഹ എന്ത് പറയുന്നു? ദേവന്മാര്. ഗീതകാനി ഗായന്തി കില. ഗീതകാനി ഗായന്തി പാടുന്നുണ്ട് പോലും. കില എന്നുള്ള പോലും അല്ലെങ്കിൽ തീർച്ചയായും എന്നൊക്കെ അർത്ഥം. ഗീതഗാനി ഗായന്തി കില, ഇതാണ് ആദ്യത്തെ ഇതിൽ വന്നത്. അപ്പോൾ ഭാരതഭൂമി ഭാഗേ ഏ ഭവന്തി തേ ധന്യാഹ ഇതി ദേവാഹ ഗീതഗാനി ഗായന്തി കില. ഇനി രണ്ടാമത് വരുമ്പോഴത്തേക്ക് സ്വർഗ അപവർഗ ആസ്പദ മാർഗഭൂതേ, അത് തന്നെയാണ് ഭാരതഭൂമി. മാർഗഭൂതേ എന്നുള്ളത് സപ്തമി, അതിൽ മാർഗഭൂതി വഴി സ്വർഗ അപവർഗ വർഗ ആസ്പദേ ആസ്പദമായ ആസ്പദേ മാർഗഭൂതേ ആസ്പദേ മാർഗഭൂതേ എന്ത് പറഞ്ഞു? മാർഗഭൂതേ അതിലാകട്ടെ തു എന്നൊരു വാക്കവിടെ വന്നില്ലേ? ദേവാഹ ധന്യാഹാസ്തു എന്നുള്ളേ. തു അങ്ങനെയുള്ള ഇതിൽ തു ദേവാഹ ദേവന്മാർ. ദേവാഹ എന്നുള്ളത് വീണ്ടും വന്നു. ദേവാഹ എന്ത് ചെയ്യുന്നു? ദേവാഹ സുരത്വാത് ഭൂയഃ. സുരനാരാണ്? ദേവന്മാർ. സുരത്വം മനുഷ്യ എന്ന് പറയുമ്പോൾ മനുഷ്യത്വം. അതുപോലെ സുരത്വം
സുരത്വാദ് എന്നുള്ളത് പഞ്ചമി ഏകവചനം. ദേവന്മാരിൽ നിന്ന്, ഫ്രം എന്നുള്ള അർത്ഥം. സുരത്വാദ് ഭൂയഹ. ഭൂയഹ എന്ന് പറഞ്ഞാൽ വീണ്ടും, എഗെയിൻ ആൻഡ് എഗെയിൻ, വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നു? പുരുഷാഹ ഭവന്തി, പുരുഷന്മാരാവാൻ ആഗ്രഹിക്കുന്നു. പുരുഷാഹ ഭവന്തി, പുരുഷന്മാരാകാൻ കൊതിക്കുന്നു അവർ. ആരാണ്? ദേവന്മാർ. എന്താ വാട്ട് ഇസ് ദ റീസൺ? അതിൻ്റെ റീസണാണ് എന്ത് ചെയ്യുന്നത്? സ്വർഗ അപവർഗ ആസ്പദേ ഭാരതഭൂമി ഭാഗേ, ആ ഭാരതഭൂമിയിൽ വീണ്ടും മനുഷ്യനായി ജനിക്കാൻ സുരന്മാർ, ദേവന്മാർ ആഗ്രഹിക്കുന്നു എന്നാണ്. അപ്പം ഇതാണ് അതിൻ്റെ അന്വയം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, പേജ് നമ്പർ 25 തന്നെ. ഭാവാർത്ഥ, അതിൻ്റെ ശരിക്കുള്ള അർത്ഥം: ഏ മാനവാഹ അസ്യാം ഭാരതഭൂമൗ ജന്മ പ്രാപ്നുവന്തി. ഏ മാനവാഹ, ഈ മാനവർ, മനുഷ്യർ. മാനവർ എന്ന് പറഞ്ഞാൽ മനുഷ്യർ. മനുഷ്യർ എന്നുള്ളതിന് പിന്നെ വേറെ വാക്കുകൾ എന്തൊക്കെയുണ്ട്? മനുഷ്യ എന്നുള്ളതിന് മാനവഹ, മർത്യഹ. മർത്യഹ, ഇതൊക്കെ മനുഷ്യ എന്നുള്ളതിൻ്റെ പര്യായ പദങ്ങളാണ്. ഏ മാനവഹ, ഈ മാനവർ, ഈ മനുഷ്യർ, അസ്യാം ഭാരതഭൂമൗ ജന്മ പ്രാപ്നുവന്തി, ഈ ഭാരതഭൂമിയിൽ ജന്മം നേടിയവരാണ്. തേ ധന്യാഹ, അവർ ധന്യരാണ്, ആ ജനിച്ചവർ ധന്യരാണ്. ഇത് ഭാരതഭൂമിയിലെ, ഇങ്ങനെ ഭാരതഭൂമിയുടെ ഗുണഗാനം എന്ത് ചെയ്യുന്നു? ദേവാഹ കുർവന്തി, ദേവന്മാർ ചെയ്യുകയാണ്. ദേവന്മാർ ഗായന്തി, ഈ ഭാരതത്തിൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞ്. അപ്പം ഭാരതത്തിൻ്റെ ഇത് മാതൃഭൂമിയുടെ മാഹാത്മ്യം വർണ്ണിക്കുന്ന ഒരു ഇത് സുഭാഷിതം കൂടിയാണ് ഇത്. അതായത് തേ ഗുണഗാനം കുർവന്തി. കേ ഗുണഗാനം കുർവന്തി, ആരാണ് ഗുണഗാനം പറയുന്നത്? ദേവാഹ. അതഹ എന്ന് പറഞ്ഞാൽ സോ വയം സർവേ ഭാരതീയാഹ ഭാഗ്യശാലിനഃ സ്മ. നമ്മളെല്ലാ ഭാരതീയരും ഭാഗ്യശാലികളാണ്, ഭാഗ്യശാലികളാകുന്നു. സ്മ എന്ന് പറഞ്ഞാൽ അസ്മി സ്വഹ സ്മഹ കേട്ടിട്ടില്ലേ? അസ്മി സ്വഹ സ്മഹ, അസ് ധാതുവിൻ്റെയാണ്, ഉത്തമ പുരുഷനാണ്. വയം വന്നതുകൊണ്ടാണ് സ്മഹ, നമ്മളെല്ലാവരും ഭാഗ്യശാലികളാണ്. കുതഹ വൈ, എന്തുകൊണ്ടാണ്? നമ്മൾ ഈ ഭാരതഭൂമിയിൽ ജന്മം നേടിയതുകൊണ്ട് നമ്മൾ ഭാരതീയർ ഭാഗ്യശാലികളാണ്, ധന്യരാണ് നമ്മൾ. ധർമാർത്ഥ കാമ മോക്ഷാദി പ്രാപ്തയേ മാർഗഭൂതേ. കാരണം എന്താണ്? ധർമാർത്ഥ കാമ മോക്ഷം, ധർമാർത്ഥം കാമ മോക്ഷം, ഇതെല്ലാം മോക്ഷാദി പ്രാപ്ത, ഇതെല്ലാം പ്രാപിച്ചിട്ടുള്ളതാണ് ഈ ഭാരതഭൂമി. അസ്മിൻ ഭൂഖണ്ഡേ ദേവാഹാബി, അസ്മിൻ ഭൂഖണ്ഡേ, ഈ ഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ കോണ്ടിനെൻറ്റ്, ഈ കോണ്ടിനെൻറ്റിൽ, ഇന്ത്യ കോണ്ടിനെൻ്റ് അല്ലേ, ഏഷ്യ എന്ന് പറയുന്നത്. അസ്മിൻ ഭൂഖണ്ഡേ, ഈ ഭൂഖണ്ഡത്തിൽ ദേവാഹാബി, ദേവന്മാരും, ദേവത്വം വിഹായ, അവരുടെ ദേവത്വം മനുഷ്യത്വം എന്നൊക്കെ പറയില്ല, അതുപോലെ ദേവത്വം വിഹായ, കളഞ്ഞിട്ട് മനുഷ്യരൂപേണ ജന്മഗ്രഹണാർത്ഥം അഭിലഷന്തി, മനുഷ്യരൂപത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഈ ഭാരതഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുക. അപ്പോൾ ദേവന്മാർ പോലും നമ്മുടെ ദേവത്വം വെടിഞ്ഞിട്ട് വിഹായ എന്ത് ചെയ്യുന്നു? ഈ ഭൂമിയിൽ, ഈ ഭാരതഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവരിങ്ങനെ ഗാനം പാടുന്നത്. മനുഷ്യർ എന്തുമാത്രം നല്ല ധന്യരാണ് ഈ ഭാരതഭൂമിയിൽ ജീവിച്ചിട്ട്. മനസ്സിലായില്ലേ? ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് ഒരു ഭാരതഭൂമിയുടെ എന്താണ് ഗ്രേറ്റ്നെസ് കാണിക്കുകയാണ്. അപ്പം കിം ഗാനം തേ കുർവന്തി ദേവാഹ കുർവന്തി. കിം ഗാനം, എന്ത്? കാനി ഗാനാനി ഗീതഗാനി ദേവാഹ ഗീതഗാനി ഗായന്തി. സ്വർഗ അപവർഗ ആസ്പദ മാർഗഭൂതേ, സ്വർഗ അപവർഗ ആസ്പദം കാമ, അതായത് ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ നേടിയ ഈ
ഭാരതഭൂമിയിൽ. അപ്പം ദേവന്മാരെന്ത് ചെയ്യുന്നു? ദേവന്മാർക്ക് അവിടെ വീണ്ടും മനുഷ്യരായി ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഇവിടെയുള്ള മനുഷ്യർ ഭാഗ്യശാലികളാണ്. എന്തുകൊണ്ട്? ഇങ്ങനെയുള്ള സ്ഥലത്ത് ജന്മം നേടിയത് കൊണ്ട്. അപ്പം ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ സുഭാഷിതമാണ്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് രണ്ടാമത്തെ സുഭാഷിതം പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.